വാർത്തകളിലേക്ക് വിശദമായി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും വിവാദത്തിൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി. ജോർജ് കുര്യനാകട്ടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. വിവാദത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർക്കുകയാണ് BJP നേതാക്കൾ. അതിനിടെ BJP നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ രാവിലെ 9:30 വന്ദേ ഭാരതിൽ സുരേഷ് ഗോപി 1 മാസങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തി. പോലീസിന്റെയും പ്രവർത്തകരുടെയും കരവലയത്തിനുള്ളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ ഇറങ്ങിയ സുരേഷ് ഗോപിയെ മുദ്രാവാക്യങ്ങളോടെ വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ഇന്നലെ രാത്രി CPM ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെ 5 BJP പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി കണ്ടു. ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമായിരുന്നു മറുപടി. വലിയ രീതിയിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. നമുക്ക് കാണാം. CPM പ്രവർത്തകർ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല ഇടുകയും ചെയ്ത തന്റെ ക്യാമ്പ് ഓഫീസിലേക്കായിരുന്നു സുരേഷ് ഗോപി അടുത്തതായി പോയത്. ഓഫീസ് സ്റ്റാഫിനോടും പ്രവർത്തകരോടും സംസാരിച്ചു. സുരേഷ് ഗോപിയെ കാണാൻ K. സുരേന്ദ്രനുമെത്തി. ഒടുവിൽ വിഷയത്തിൽ പ്രതികരിക്കാതെ സുരേഷ് ഗോപി തൃശൂർ വിട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചില്ല. എന്നാൽ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർത്ത മുതിർന്ന BJP നേതാക്കൾ രംഗത്തെത്തി. ഈ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനലികൾ, ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം. ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. BJP നേതാക്കളെ ആക്രമിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നാവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം BJP നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 3 പ്രാവശ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവാദ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന് തന്നെയാണ് സുരേഷ് ഗോപിക്ക് നേതൃത്വം നൽകിയ നിർദ്ദേശം. അതേസമയം ഇന്നലെ നടന്ന CPM BJP കല്ലേറിൽ 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 40 BJP പ്രവർത്തകർക്കും 30 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് UDF-ഉം LDF-ഉം. വോട്ട് കൊള്ളയിൽ മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കും BJP-ക്കും ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിരോധിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മൗനമെന്നും കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ, രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചാൽ. ഇപ്പൊ നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശം. തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്.
ഒരു ഡോക്ടർ സത്യം പറഞ്ഞതിന്റെ പേരിൽ അയാളെ ക്രൂശിലേറ്റുകയാണ് ചെയ്തത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇനി എന്തെല്ലാമാണ് ഇവർ ചെയ്തത്? ഇതുപോലെ ഹരാസ് ചെയ്യാൻ പാടുണ്ടോ? ഇതുപോലെ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ എല്ലാം കുറ്റങ്ങൾ കള്ളങ്ങളും. BJP രാഷ്ട്രീയമായി ഉത്തരം പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഭീഷണി വേണ്ടതും കുറെ കണ്ടതാണെന്നുമായിരുന്നു CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി. ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടത് എന്താ ഈ സംഭവിച്ചത്? അവരാണല്ലോ, അവരെ കുടുംബക്കാരും അവരുമാണ്. RSS നേതാക്കന്മാർ ഉൾപ്പെടെയാണ് അത് അവിടെയും ഇവിടെയും പോയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് ഉപയോഗിക്കുക. അത് ഗൗരവമായ അന്വേഷണവും പരിശോധനയും. ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുൻപാകെ ഹാജരായ LDF സ്ഥാനാർത്ഥി ആയിരുന്ന VS സുനിൽകുമാർ വിശദീകരണം നൽകുകയും ചെയ്തു. തെളിവുകൾ സത്യവാങ്മൂലമായി നൽകണമെന്ന് പറയാൻ കമ്മീഷൻ അധികാരമില്ല. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ആകെ തട്ടിപ്പാണെന്നും കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ സംശയത്തിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു. 24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദങ്ങൾക്കിടെ സോണിയാഗാന്ധിക്കെതിരെ BJP. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും മത്സരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്നും BJP ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്ന് BJP ആരോപിച്ചു. 1980 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തിലെ പട്ടികയിൽ സോണിയയുടെ പേരുണ്ടായിരുന്നുവെന്നും 1983 ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആരോപിച്ചു. इंदिरा जी ने तो यहाँ तक कह दिया कि मतदाता मूर्खों का टोला है. इंदिरा गांधी सेड वोटर्स अ बंच ऑफ फूल्स. और इस 77 का चुनाव हारने के बाद कहा 1999 में जब राजीव गांधी जी हारे तो उन्होंने बैलेट पेपर पर ठीकरा फोड़ दिया. वो उस समय कहते थे इलेक्ट्रॉनिक मशीन लाओ. आज उनके सुपुत्र राहुल गांधी जी कहते हैं कि भाई EVM बंद करो, वापस बैलेट पेपर पे जाओ. और ये एक के बाद महाराष्ट्र, हरियाणा, दिल्ली अनेकों राज्यों और देश में 3 बार लगातार चुनाव हारने के बाद 90 चुनाव हारने के बाद राहुल गांधी जी आरोप प्रत्यारोप पर लगातार जारी हैं. अब इनका मॉडस ऑपरेंडी क्या है राहुल जी का? चुनाव हारो, झूठे आरोप लगाओ, कभी इलेक्शन कमीशन में कंप्लेंट दर्ज मत कराओ, कभी सबूत मत दो और लोकतंत्र को फर्जीवाड़ा करके एक तरह से जनता को भ्रमित करने का काम करो, लोकतंत्र को नीचा दिखाने का काम करो. വോട്ട് കൊള്ള ആരോപണത്തിൽ റായ്ബറേലിയിലും വയനാട്ടിലെയും കണക്ക് നിരത്തിയാണ് BJP പ്രതിരോധം. റായ്ബറേലിയിൽ ഒരാൾക്ക് 3 വോട്ടർ കാർഡെന്നും 47 വോട്ടർമാർക്ക് ഒരു മേൽവിലാസമെന്നും BJP ആരോപിച്ചു. വയനാട്ടിൽ 93,499 സംശയാസ്പദമായ വോട്ടർമാരുണ്ടെന്നാണ് BJP ആരോപണം. 51,365 വോട്ടർമാരെ വയനാട്ടിൽ പുതിയതായി ചേർത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂർ, ഏറനാട്, കൽപ്പറ്റ, തിരുവമ്പാടി നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നും BJP തിരിച്ചടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാം. തർക്കം പരിധി കടക്കരുതെന്നും ഗവർണറും സർക്കാരും ചർച്ച നടത്തണമെന്നും കോടതി ആവർത്തിച്ചു. ഗവർണറുമായി അനുരഞ്ജനം നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത്.
വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ഗവർണറും യോജിപ്പെത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ അസാധാരണ നടപടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC-മാരെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റിയിലേക്ക് 5 പേരുകൾ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സർക്കാരിനും ഗവർണർക്കും UGC-ക്കും പേരുകൾ നൽകാം. നാളെ പേരുകൾ നിർദ്ദേശിക്കണം. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് നടത്തണം. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. സ്ഥിരം VC നിയമനം വൈകുന്നതിന്റെ കാരണം കോടതി ആരാഞ്ഞു. ഗവർണർ സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ആർക്കാണ് അധികാരമെന്ന് കോടതി ചോദിച്ചു. സർക്കാരിനാണ് അധികാരമെന്നാണ് ചട്ടങ്ങളിൽ കാണുന്നതെന്ന് കോടതി വ്യക്തമാക്കി. ഗവർണറുമായി ചർച്ചയിലെ നിലപാടിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. സർക്കാരാണ് ശരിയെന്ന് കോടതി വ്യക്തമാക്കിയെന്ന് R. ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് ശരി എന്ന് വയ്ക്കുന്ന നിഗമനങ്ങൾ കോടതികളുടെ ഭാഗത്തുനിന്ന് ആവർത്തിച്ചുണ്ടായിട്ടും അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണത തുടരുന്നത് ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താൽക്കാലിക VC-മാരുടെ പുനർനിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗവർണർ ഏകപക്ഷീയമായാണ് താൽക്കാലിക VC-മാരെ നിയമിച്ചതെന്നും ഇത് ചട്ടവിരുദ്ധമായതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് കേരളം നൽകിയ അപേക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണർ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലാത്ത അധികാരത്തിൽ കൈകടത്തരുത്. സർക്കാർ ചങ്കുറപ്പോടെ ഗവർണറുടെ മുഖത്ത് നോക്കി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല. ഗവർണർ അവിടുത്തെ ചാൻസലറാണ്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റാണ്. അല്ലേ? ഇപ്പൊ മന്ത്രിസഭ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പോൾ 71 സീറ്റ് കിട്ട, ഇപ്പോൾ 80 സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി, ബാക്കിയുള്ളവർക്ക് 60 കിട്ടി. ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് 60 സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകൾ ചെയ്യുന്നത്. അത് ചങ്കുറപ്പോടുകൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല. അതിന്റെ കുഴപ്പമാണ്. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ. എല്ലാ സർവകലാശാലകളും ദിനാചരണം നടത്തണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ വീണ്ടും കത്ത് നൽകി. ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാരും പ്രതിപക്ഷവും രംഗത്തെത്തി. സർക്കുലർ അനുസരിക്കാൻ സർവകലാശാലകളും തയ്യാറായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലറെന്നും ദിനാചരണം നടത്തണമെന്നുമാണ് രാജ്ഭവന്റെ കർശന നിലപാട്. ആദ്യ സർക്കുലറിൽ സർവകലാശാലകൾ താൽപര്യം കാണിക്കാത്തതോടെയാണ് ഇന്നലെ വീണ്ടും ഗവർണറുടെ കത്ത്. കേരള, കണ്ണൂർ സർവകലാശാലകൾ കോളേജുകൾക്ക് സർക്കുലർ കൈമാറിയിരുന്നു. എന്നാൽ കേരള സർവകലാശാല സർക്കുലർ തിരുത്തിയത് വിവാദമായി. ഈ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ ഇടപെടൽ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ശോഭ കെടുത്താനുള്ള നീക്കമാണ് ഗവർണറുടേതെന്ന് പ്രതിപക്ഷം. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സർക്കുലർ നടപ്പാക്കേണ്ടതില്ലെന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോളേജുകളെ അറിയിച്ചേക്കും. ഗവർണറുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. RSS അജണ്ടയ്ക്ക് സർവകലാശാലകളെ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ ചേർത്തലയിൽ ഐഷ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയനിഴലിൽ നിർത്തി പുതിയ വെളിപ്പെടുത്തൽ. ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും തിരോധാന ശേഷം സ്ഥലം വിറ്റതും റോസമ്മ ഇടനില നിന്നാണ്. റോസമ്മയുടെ വീട്ടിൽ 2023 വരെ സെബാസ്റ്റ്യന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കള്ളമാണ്. ജൂലി എന്ന യുവതിയും മകനും ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ നൌഷാദ് ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് 18 പങ്കുവെക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ശാസ്താംകവല സ്വദേശിയായ നൌഷാദാണ്. നൌഷാദിന് സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു.
അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റിനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞു. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്കറിയാവുന്നതാണ്. അതാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് നൗഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ജൂലി എന്ന സ്ത്രീയാണ്. ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയും ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇടനിലത്ത് നിന്ന് ഐഷയെ സഹായിക്കുന്ന, ഐഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൗഷാദിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ന്യൂസ് 18 സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ധർമ്മസ്ഥലയിൽ SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിൽ. 13ാം പോയിന്റിൽ തുടർച്ചയായ 2ാം ദിവസവും പരിശോധന നടത്തി. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു പരിശോധന. SITയുടെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ SIT അന്വേഷണം അന്തിമഘട്ടത്തിൽ. 13ാം പോയിന്റിൽ തുടർച്ചയായ 2ാം ദിവസവും GPR ഉപയോഗിച്ചുള്ള പരിശോധന നടന്നു. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ ഇവിടെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു പരിശോധന. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ആദ്യഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ 13ാം പോയിന്റ്. റഡാറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് JCB ഉപയോഗിച്ച് കുഴിച്ചു പരിശോധിച്ചുവെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇതോടെ SITയുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ജൂലൈ 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി പോലീസിൽ പരാതി നൽകിയത്. 4-ന് ധർമ്മസ്ഥല പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ജൂലൈ 19-നാണ് SIT രൂപീകരിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയായ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്നാണ് വെളിപ്പെടുത്തൽ. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 1 മുതൽ 13 വരെയുള്ള ആദ്യഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ ഇടങ്ങളിലും സർപ്രൈസ് സ്പോട്ടുകളായ 3 സ്ഥലത്തുമാണ് ഇതുവരെ പരിശോധന നടന്നത്. SIT പരിശോധനയിൽ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീൽ വീണ്ടും തവനൂരിൽ മത്സരിക്കാനായെത്തിയേക്കും. ജലീലിനെ മുൻനിർത്തി UDF-നെതിരെ LDF നീക്കം ശക്തമാക്കി കഴിഞ്ഞു. ഇതോടെ KT ജലീൽ 4-മതും തവനൂരിൽ മത്സരിക്കാൻ സാധ്യത ഏറുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-നായിരുന്നു ജലീൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്നാൽ മാസങ്ങൾക്കപ്പുറം സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. തവനൂർ മണ്ഡലത്തിൽ ജലീലിനല്ലാതെ മറ്റാർക്കും ജയിച്ചു കയറാനാകില്ലെന്ന പാർട്ടി വിലയിരുത്തലാണ് ഇതിൽ പ്രധാനം. താനൂരിൽ നിന്നും V. അബ്ദുറഹ്മാനെ തവനൂരിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ നടന്നെങ്കിലും V. അബ്ദുറഹ്മാൻ ഇതിനോട് അനുകൂലമായില്ല പ്രതികരിച്ചത്.
പൂർണ്ണമായും LDF മണ്ഡലമല്ലാത്ത തവനൂരിൽ UDFിലെ വോട്ട് കൂടി സമാഹരിച്ചാണ് ജലീൽ ജയിച്ചു കയറുന്നത്. അത് മറ്റൊരാൾക്ക് സാധ്യമായേക്കില്ലെന്ന പാർട്ടിയുടെ വിലയിരുത്തലും ഇവിടെ നിർണായകമാണ്. പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ജലീലിന്റെ നിലപാട്. വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് KT ജലീൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇപ്രകാരം. നിലപാടുകളിലെ മാറ്റം മറുപടിയിലും വ്യക്തം. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിന്റെ ഈ ഇത്യാദി പ്രവർത്തനങ്ങൾ തുടരും, ശക്തമായിട്ട് ഭാവിയിലും തുടരും. അതെ, അത് നമ്മളുടെ തീരുമാനം നമ്മൾ പറഞ്ഞതല്ലേ. എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒന്നും അതിനൊന്നും പ്രസക്തിയില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെന്താ, അങ്ങനെ ഒരു പ്രസക്തിയില്ല. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ്, ലഹരിമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ PK ഫിറോസിന്റെ സഹോദരന്റെ അറസ്റ്റ്, വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ പുനരധിവാസ ഭൂമിയിലെ പ്രശ്നങ്ങൾ തുടങ്ങി സ്വകാര്യ ട്രസ്റ്റുകളുടെയും സംഘടനകളുടെയും തലപ്പത്ത് പാണക്കാട് തങ്ങന്മാർ വരുന്നതിന് വരെ ജലീൽ വിമർശിച്ചു കഴിഞ്ഞു. CPM പലപ്പോഴും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ മയപ്പെട്ട ഭാഷയിൽ പറയുന്ന കാര്യങ്ങളാണ് ജലീൽ തുറന്നടിക്കുന്നത്. മുസ്ലിം ലീഗിനെതിരായ ഈ പോരാട്ടങ്ങളെ LDF ഏറ്റെടുക്കുകയും ജലീലിനെ ഇതിന്റെ മുന്നണി പോരാളിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടെ തവനൂരിൽ 4ാം അംഗത്തിനും ജലീൽ ഇറങ്ങുമെന്നതിന്റെ സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. പാർട്ടിയുടെ സമൂഹ മാധ്യമ ഇടപെടൽ പരാജയമാകുന്നുവെന്ന് CPMൽ വിമർശനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MV നികേഷ് കുമാറിനാണ് നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതല. പാർട്ടിക്ക് പ്രതിരോധം തീർക്കലും സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചരണവും നേരത്തെ ഉള്ളത്ര പോലും കാര്യക്ഷമമാക്കാൻ നികേഷ് കുമാറിന് കഴിയുന്നില്ല എന്നാണ് വിമർശനം. നികേഷിന് പാർട്ടി നൽകുന്ന അലവൻസിന്റെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പാർട്ടി പത്രവും ചാനലും കൊണ്ട് മാത്രം പാർട്ടി വിരുദ്ധ പ്രചരണങ്ങളെ ചെറുക്കാൻ കഴിയില്ലെന്ന് CPM നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ പേരിൽ പോരിനിറങ്ങുന്ന സൈബർ സംഘങ്ങൾ ഉണ്ടാക്കിയത് ഗുണത്തെക്കാളേറെ ദോഷം. പോരാളി ഷാജിമാരും കടന്നൽ കൂട്ടങ്ങളുമൊക്കെ CPMന് ബാധ്യതയായി. അതോടെയാണ് സാമൂഹ്യ മാധ്യമ ഇടപെടലിന് കേന്ദ്രീകൃത സംവിധാനം CPM ആലോചിച്ചത്. മാധ്യമപ്രവർത്തനം മതിയാക്കി പാർട്ടിയിലേക്ക് വന്ന MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. സാമൂഹ്യ മാധ്യമ പ്രചരണ വിഭാഗത്തിന്റെ ചുമതല നൽകി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രത്യേക താൽപര്യമായിരുന്നു ഇതിനു പിന്നിൽ. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും മുമ്പ് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ സാമൂഹ്യ മാധ്യമ പ്രചരണം ഏകോപിപ്പിക്കാനെത്തി. നീലപ്പെട്ടി വിവാദവും പത്രപരസ്യങ്ങളും അടക്കം തൊട്ടതെല്ലാം പാളി. അനുകൂലമാകേണ്ടിയിരുന്ന രാഷ്ട്രീയ സാഹചര്യം എതിരായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നു നികേഷ് കുമാറിന്റെ അടുത്ത പരീക്ഷണ വേദി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിച്ചിട്ടും വലിയ പരാജയമാണ് അവിടെയും CPMനെ കാത്തിരുന്നത്. വോട്ട് കണക്കിൽ മാത്രമല്ല, സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലും CPM പിന്നിലായി. തെരഞ്ഞെടുപ്പ് രംഗത്തെ ഓളം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന അഭിപ്രായം സ്ഥാനാർത്ഥിയായിരുന്ന M സുരാജിന് പോലും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിച്ച വിമർശനം ഉയർന്നിരുന്നു. നികേഷിനെ സഹായിക്കാൻ വലിയൊരു സംഘം AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി CPM ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നും ഫലം ചെയ്യുന്നില്ലെന്നും മുൻപത്തേക്കാൾ മോശമായി എന്നുമാണ് പാർട്ടി നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സൈബർ സംഘം പരാജയപ്പെട്ടെന്ന വിലയിരുത്തലുണ്ട്. ഈ പോരായ്മകൾ മറികടക്കാനാണ് പാർട്ടിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂല നിലപാടെടുക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ 10,000 പേരുടെ കൂട്ടായ്മയ്ക്ക് പാർട്ടി ശ്രമം തുടങ്ങിയത്. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് CPM അലവൻസ് നൽകാറുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാറും പൂർണ്ണ സമയ പ്രവർത്തകനാണ്. എന്നാൽ അദ്ദേഹത്തിന് വൻതുക അലവൻസായി നൽകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അവസരവാദിയാണെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിച്ചവരെ അവസരവാദി എന്ന് തന്നെ പറയണം. അവസരവാദമെന്നത് അശ്ലീല പദമല്ല. ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ച് പ്രതികരിക്കുമെന്നായിരുന്നു ഫാദർ ഫിലിപ്പ് കവീലിന്റെ ഗോവിന്ദചാമി പരാമർശത്തിന് MV ഗോവിന്ദന്റെ മറുപടി. നടക്കുന്ന കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട്. സഭാ നേതൃത്വത്തിൽ 2 വിഭാഗം. ഒന്ന് നേരിനെ എതിർക്കുകയും എന്നാൽ അവസരവാദ ഇടവേള. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്.
നേർവഴിക്ക് നടത്താൻ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി വാർത്തകളിലേക്ക്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് സിറോ മലബാർ സഭ. തീവ്രവാദ ബന്ധമുള്ള പാനായ്ക്കളവുമായി കേസിന് ബന്ധമുണ്ട്. വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് സഭ കാണുന്നത്. നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ല എന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവലിൽ പറഞ്ഞു. ഈ സോനായുടെ വിഷയത്തിലാണെങ്കിലും സിറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് സംസാരിച്ച സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. DGPയെ കണ്ട് കേസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. NIA അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ സഹോദരൻ അറിയിച്ചു. പോയി പുറകോട്ടാണ് എന്റെ തലയിൽ വെക്കൽ. ജാതിമാറ്റ തട്ടിപ്പിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റുള്ളവർ സംവരണ ആനുകൂല്യം തട്ടിയെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ലാത്തിൻ കത്തോലിക്കരായിട്ടുള്ളവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അവർ പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തുകയും അതിലൂടെ അവർക്കുണ്ടാകുന്ന സാമൂഹ്യ അവശതയും പിന്നോക്കാവസ്ഥയും ഒക്കെ കണക്കിലെടുത്ത് അത് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 4% സംവരണാനുകൂല്യം കൊടുക്കുന്നത്. അങ്ങനെ സംവരണാനുകൂല്യമുള്ള അവർ പരമ്പരാഗതമായി തങ്ങളുടെ തൊഴിലിന് അനുസൃതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം മറ്റ് വിഭാഗങ്ങളിൽ നിന്നും മതം മാറി എത്തുന്നവർക്ക് കൂടി കൊടുത്താൽ ഈ വളരെ പരിമിതമായി മാത്രം ഉള്ള ഒരു ജനസംഖ്യയുള്ള ആ ഒരു സഭാവിശ്വാസികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുകയായിരിക്കും ഫലം. അത് ശരിയല്ല. അത് ഭരണഘടനാപരമായി തന്നെ നോക്കുമ്പോൾ അത് വ്യവസ്ഥകളുടെ എല്ലാം ലംഘനമാണ്. സിറോ മലബാർ സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫിക്സഡ് വോട്ട് ബാങ്കിലെന്ന് സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവേലിൽ. BJPക്കാർ എത്തുമ്പോൾ സ്വീകരിക്കുന്നത് ആതിഥ്യമര്യാദയുടെ ഭാഗമാണ്. എല്ലാവരെയും സ്വീകരിക്കുന്ന രീതിയാണ് ക്രൈസ്തവർക്ക്. BJPക്ക് മാത്രമല്ല എല്ലാവർക്കും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും ഫാദർ ജെയിംസ് പറഞ്ഞു. മെത്രാന്മാർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്.
പിതാവ് പറഞ്ഞത് നമ്മുടെ ഈ സിസ്റ്റേഴ്സിന്റെ വിഷയത്തില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ടു. കോൺഗ്രസും LDF-കാരും BJP-കാരും എല്ലാവരും തന്നെ MP-മാരും ഉൾപ്പെടെയുള്ളവരോടെ പോവുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും സഭയ്ക്ക് ഈ വിഷയങ്ങളിൽ ഇടപെട്ട എല്ലാവരോടും സഭയ്ക്ക് നന്ദിയുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാടിനേക്കാൾ കൂടുതൽ വ്യക്തികളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അതിനെ നിങ്ങളൊരു ഇന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇതിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് ഒരു നന്ദി, അവർക്കൊരു നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും സഭയുടെ കടമയാണ്. ഇതിനകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാമ്പാനി പിതാവ് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു നന്ദി പറഞ്ഞു എന്നല്ലാതെ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുകയോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ കാണുകയോ ചെയ്യേണ്ടതില്ല. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ പ്രതിപക്ഷത്തിന്റെ അടക്കം വിമർശനം തുടരുന്നതിനിടെയായിരുന്നു ഈ സന്ദർശനം. ജാമ്യം ലഭിക്കാൻ ഇടപെട്ടു എന്ന് സുരേഷ് ഗോപി അറിയിച്ചു എന്നാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം പറഞ്ഞത്. ജാമ്യം ലഭിച്ചെങ്കിലും പ്രീതി മേരി ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. അവരുടെ അങ്കമാലിയിലെ വീട്ടിൽ മാതാപിതാക്കളും സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ കോടതി തള്ളി. സംഘടന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് എറണാകുളം സബ് കോടതി തള്ളിയത്. വിധിയിൽ നിരാശയും വേദനയും ഉണ്ടെന്ന് സാന്ദ്ര പറഞ്ഞു. ബൈലോയിലില്ലാത്ത വരണാധികാരിയുടെ നിയമനം റദ്ദാക്കുക, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുക, കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നീ ആവശ്യങ്ങളാണ് സാന്ദ്ര തോമസ് ഉപഹർജിയിൽ അടിയന്തര ഉത്തരവിനായി ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി സുദീർഘമായ വാദമാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. എന്നാൽ സാന്ദ്രയുടെ വാദങ്ങൾ കോടതി തള്ളി. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും വിധിയിൽ നിരാശയും വേദനയും ഉണ്ടെങ്കിലും തന്റെ പോരാട്ടം തുടരുമെന്നും സാന്ദ്ര പറഞ്ഞു. എനിക്കങ്ങനെ നിരാശയൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, എല്ലാം കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നീതി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. സാന്ദ്ര ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതായും ബൈലോ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നും നിർമ്മാതാക്കളായ സുരേഷ് കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചു. എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കോടതി കണ്ടെത്തി. അത് വളരെ നല്ലൊരു, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. പിന്നെ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി. അപ്പം നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി സാന്ദ്ര സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക വരണാധികാരി നേരത്തെ തള്ളിയിരുന്നു. ബൈലോ പ്രകാരം നിർദ്ദേശിക്കുന്ന യോഗ്യതയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത്. ഈ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ഇനിയും തുടർവാദം നടക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നതിനാൽ പത്രിക തള്ളിയ വരണാധികാരിയുടെ നടപടി സാങ്കേതികമായി നിലനിൽക്കും. ന്യൂസ് 18 കൊച്ചി. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ആരെന്നറിയാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. വോട്ടർമാരുടെ പട്ടികയിലുമുണ്ട് ചില കൗതുകങ്ങൾ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടോ അത് തന്നെയാണ് ഈ അമ്മ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. സംഘടനയുടെ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വെറും മത്സരമല്ല, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഗ്ലാമർ മത്സരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ തുടങ്ങിയതാണ് താരസംഘടനയായ അമ്മയുടെ കഷ്ടകാലം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പുറത്തു കാണുന്ന ഗ്ലാമറല്ല പല താരങ്ങൾക്കും സിനിമയ്ക്കുള്ളിലുമെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെയും ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ലൈംഗികാരോപണ പരാതി ഉയർന്നു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി 2 മാസം തികയും മുൻപ് തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ കേട്ട പഴി ചെറുതൊന്നുമല്ല.
ജനറൽ ബോഡി ചേർന്ന് ശബ്ദ വോട്ടോടെ ഭരണസമിതിയെ കണ്ടെത്തിയിരുന്ന സംഘടന അങ്ങനെ ജനാധിപത്യപരമായി ഇത്രയും അധികം പേർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇനി തലപ്പത്തേക്ക് സ്ത്രീകൾ വരട്ടെ എന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു. അതോടൊപ്പം ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന ഒരു വിഭാഗം ആളുകളുടെ പരസ്യ പ്രസ്താവന കൂടി വന്നതോടെ നടൻ ബാബുരാജിന്റെ മോഹങ്ങൾ അങ്ങനെ അവസാനിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും മത്സരം ഉറപ്പിച്ചു. പിന്നാലെ വരുന്നു ഗുരുതര ആരോപണങ്ങൾ. ഇത്രയും നാൾ ആരും കേൾക്കാത്ത ഒരു മെമ്മറി കാർഡ് വിവാദം കുക്കു പരമേശ്വരനെ സംശയനിഴലിലുമാക്കി. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന ശ്വേതാ മേനോനെതിരെ കോടതിയിൽ ഒരു കേസും. ഇവരെ ആരോപണ വിധേയരാക്കാൻ ശ്രമിക്കുകയാണോ എന്നതായി അടുത്ത ചോദ്യം. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കുവിനോട് ചോദിക്കുമ്പോൾ കുക്കു പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി വേണ്ടൊരു പറച്ചിലുണ്ടായില്ല. ആ ഹാർഡ് ഡിസ്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം, നമുക്കത് കണ്ടിരിക്കണം. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു കാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത്. ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത്, കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും. ഇതിപ്പോ കുക്കു കൊടുത്തതിന് ശേഷം ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഞങ്ങൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, കുക്കു കൊടുത്തു. അവര് കേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചത് എന്തായിരുന്നു അവരുടെ നേട്ടം? അത് തന്നെ കള്ളി വിളിച്ചെത്താവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനാർത്ഥികളോ അംഗങ്ങളോ ഇനി മാധ്യമങ്ങളോട് മിണ്ടിപ്പോകരുതെന്ന അന്ത്യശാസനം ഒടുവിൽ വരണാധികാരിക്ക് ഇറക്കേണ്ടിയും വന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചില പൊട്ടിത്തെറികളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇനി തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പട്ടികയിലെ ചില കൗതുകങ്ങളും കൂടി നോക്കാം. 507 അംഗങ്ങളുണ്ട് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ. തിരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പട്ടികയിലെ ആദ്യ പേരുകാരൻ തമിഴ്നാട്ടുകാരൻ അബ്ബാസ്. ബോളിവുഡ് നടി തബുവും തെലുങ്ക് സൂപ്പർ സ്റ്റാർ നെപ്പോളിയനും തമിഴ് താരങ്ങളായ പാർത്ഥിപനും തലൈവാസൽ വിജയും 2 മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഗായിക വസുന്ധര ദാസും അമ്മയിലെ അംഗങ്ങളാണ്. അടുത്തിടെ താരസംഘടന വിശിഷ്ടാംഗത്വം നൽകിയ ഉലകനായകൻ കമൽഹാസനും വോട്ടുണ്ട്. സിനിമയിൽ നിന്നും VRS എടുത്തിട്ട് വർഷങ്ങളായെങ്കിലും ശാലിനി അജിത്തിന് ഇപ്പോഴും അമ്മയിൽ വോട്ടുണ്ട്. ഇവരൊക്കെ വന്നാൽ അമ്മയ്ക്കായി ഒരു വോട്ടിടാം. ന്യൂസ് 18 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമറിയിക്കാൻ കേന്ദ്രത്തിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. സ്വരം കടുപ്പിച്ചായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. സെപ്റ്റംബർ 10 തീരുമാനം അറിയിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ വിഷയത്തിൽ ചർച്ച നടക്കുന്നതേ ഉള്ളൂവെന്നും ഓണത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു. കൂടുതൽ വാർത്തയിലേക്ക് ഒരിടവേള കൂടി. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെ?
ലൈവ് അറ്റ് 6 തുടരുകയാണ്. ഇന്ത്യ അമേരിക്ക തീരുവ തർക്കങ്ങൾക്ക് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തും. UN പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യതയുണ്ട്. വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യ-US ബന്ധം വഷളായിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത്. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാനാണ് യാത്ര. ജനറൽ അസംബ്ലിയിൽ മോദി സംസാരിക്കും. സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് ഇരു നേതാക്കളും കണ്ടിരുന്നു. ഇതിനുശേഷമാണ് അമേരിക്ക തീരുവ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചത്. സെപ്റ്റംബറിൽ കൂടിക്കാഴ്ച നടന്നാൽ വ്യാപാര കരാർ മുഖ്യ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. വിഷയത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനാകും ഇന്ത്യയുടെ ശ്രമം. അമേരിക്കയുടെ 25% തീരുവ ഈ മാസം 7-നാണ് ഇന്ത്യക്ക് മേൽ നിലവിൽ വന്നത്. പിഴയായി ഈടാക്കിയ അടുത്ത 25% കൂടി പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യൻ വിപണി കടുത്ത പ്രതിസന്ധിയിലാകും. എന്നാൽ അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന എന്ത് നിലപാടാകും നേതാക്കൾ സ്വീകരിക്കുക എന്നത് നിർണായകമാണ്. കൂടിക്കാഴ്ച നടന്നില്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം അടുത്തൊന്നും നല്ല നിലയിൽ ആകില്ല എന്ന് വേണം കരുതാൻ. ഇതിനിടെ 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഈ മാസം 25-ന് ഇന്ത്യയിലെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം കൊട്ടാരക്കരയിൽ കാണാതായ വീട്ടമ്മയെ പൊട്ടക്കിണറ്റിൽ കണ്ടെത്തി. 12 മണിക്കൂറോളമാണ് ആൾതാമസമില്ലാത്ത പറമ്പിലെ പൊട്ടക്കിണറ്റിൽ വീട്ടമ്മ കുടുങ്ങിയത്. ഔഷധമുണ്ടാക്കാൻ നെയ്വള്ളിയില തേടി പോകവേ കാൽവഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. നിലവിളിച്ചെങ്കിലും ആൾതാമസമില്ലാത്ത പ്രദേശമായതിനാൽ ആരും കേട്ടില്ല. ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ച് ഭർത്താവ് ദിലീപ് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷിച്ചിറങ്ങിയ ദിലീപ് ഉഗ്രൻകുന്നിൽ യമുന സഞ്ചരിച്ച സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. പ്രദേശത്ത് നടത്തിയ തെരച്ചിലാണ് രാത്രി 11 മണിയോടെ യമുനയെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി യമുനയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നിസ്സാര പരിക്കുകളെ ഉള്ളൂവെങ്കിലും അപകടമുണ്ടാക്കിയ ആഘാതത്തിന്റെ ഭീതിയിലായിരുന്നു യമുന. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം വെമ്പായത്ത് വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ. വയോധികയുടെ സഹോദരി പുത്രനെയാണ് വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രി 7:30 പരാതിക്കാരിയുടെ കന്യാകുളങ്ങരയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 72-കാരിയെ കന്യാകുളങ്ങര ആശുപത്രിയിലും തുടർന്ന് SAT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലിൽ നൈറ്റ് പട്രോളിംഗിനിടെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് യാത്രികരെ പോലീസ് പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയുമായി യുവാക്കൾ. ഗുരുതരമായി പരിക്കേറ്റ കല്ലറ സ്വദേശികളായ യുവാക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് റോഡരികിൽ കിടന്ന യുവാക്കളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ മുട്ടത്തറ ബൈപ്പാസിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്ന ഫോർട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരായിരുന്ന ദിബിനെയും വിശാഖിനെയും കനമുള്ള വസ്തു കൊണ്ട് പിന്നിൽ നിന്ന് എറിഞ്ഞ ശേഷം പോലീസ് വാഹനത്തിലെത്തി ബൈക്ക് ഇടിച്ചിട്ട ശേഷം സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ക്രൂരമർദ്ദനത്തിൽ തലയോട്ടിക്ക് പരിക്ക് പറ്റിയെന്നും ദിബിന്റെ കൈ അടിച്ചൊടിച്ചെന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അത് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോടുകൂടി കുറെ തറയിട്ട് ചവിട്ടി. കാലില് എന്ത് വെച്ച് അടിക്കുകയായിട്ട് അടിക്കുകയായിരുന്നു. കറക്റ്റ് തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയായിരുന്നു. ഒരുപാട് തല്ലായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. അതേസമയം പരാതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 6-ാം തീയതി പുലർച്ചെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഈഞ്ചക്കലിന് സമീപം വാഹനാപകടം ഉണ്ടായെന്ന് ഫോൺ സന്ദേശം ലഭിച്ചു. തുടർന്ന് ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി ഈഞ്ചക്കൽ സർവീസ് റോഡിന് സമീപം ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു കിടന്ന ബൈക്ക് യാത്രക്കാരെ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നുമാണ് പോലീസ് ഭാഷ്യം. യുവാക്കൾ മദ്യപിച്ചിരുന്നതായും അപകടമുണ്ടായ സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. സംഭവം വിവാദമായതോടെ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നിജസ്ഥിതി ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം.
അയർലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മലയാളി കുടുംബത്തിന്റെ ബാഗേജിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് പരാതി. അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കൊല്ലം കുളക്കട സ്വദേശി ബിജോയ്, ഭാര്യ ഷീന മാത്യൂസ്, മകൻ ഡെറിക് ബിജോ കോശി എന്നിവരുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ബാഗേജ് നഷ്ടമായത്. കുടുംബം ഇൻഡിഗോ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ജൂലൈ 23-നാണ് ബിജോയും കുടുംബവും അയർലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്തത്. ഇൻഡിഗോ വിമാനത്തിൽ മുംബൈ വഴിയാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഡബ്ലിനിൽ നിന്ന് 4 ബാഗുകളുമായി യാത്ര തുടങ്ങി. എന്നാൽ കുടുംബം മുംബൈയിലെത്തിയപ്പോൾ അവർക്ക് 3 ബാഗുകളാണ് തിരികെ ലഭിച്ചത്. പെട്ടി നഷ്ടമായ വിവരവും രേഖകളും അടക്കം ബിജോയ് വിമാന കമ്പനി അധികൃതർക്ക് പരാതി നൽകി. ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 2-ന് ഇൻഡിഗോ പ്രതിനിധികൾ ഇവരുടെ നഷ്ടമായ ബാഗേജ് എത്തിച്ചു നൽകി. എന്നാൽ പെട്ടി തുറന്നപ്പോഴാണ് സാധനങ്ങൾ നഷ്ടമായ വിവരം അറിയുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ ബാഗേജ് കിട്ടിയില്ല. നമ്മുടെ അന്നേരം ബാഗേജ് സ്ലിപ്പ് സഹിതം ഓരോ പെട്ടിക്കും നമുക്ക് ബാഗേജ് സ്ലിപ്പ് കിട്ടും. അതിൽ 28 കിലോ ഉള്ള ബാഗേജ് സ്ലിപ്പുള്ള പെട്ടിയായിരുന്നു നമുക്ക് മിസ്സായത്. അപ്പോൾ തന്നെ നമ്മളവിടെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. 28 കിലോ ഉള്ള ഒരു ബാഗേജ് പോയതുമ്പോൾ അവരത് എഴുതി വാങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് പിറ്റേ ദിവസത്തെ അടുത്ത ഫ്ലൈറ്റിനകത്ത് സാധനം വരും. പ്രാവശ്യം വന്നോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചെക്ക് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മടങ്ങി നമ്മുടെ കേരളത്തിലേക്ക് കൊച്ചിയിലായിരുന്നു വന്നത്. കൊച്ചിയിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. 28 കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് 15 കിലോ മാത്രം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, വിലയേറിയ ഷൂസ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയടക്കം നഷ്ടമായതായും കുടുംബം പറയുന്നു. ബാഗിൽ ആക്ച്വലി ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നു, പിന്നെ മെഡിക്കേഷൻ അടക്കം, പിന്നെ സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ, പിന്നെ ന്യൂ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, ഷൂസ്, വിലപിടിപ്പുള്ള നൈക്കി ഷൂസ് ഉണ്ടായിരുന്നു, എല്ലാം ഏതായിട്ടും ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരുന്നു, മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മെഡിക്കേഷനും കൊച്ചിൻ്റെ മെഡിസിനും ഒക്കെ നമ്മളെ ബാഗേജിലായിരുന്നു വെച്ചിരുന്നത്, അതുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ന്യൂ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് മിസ്സായിപ്പോയി. നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പെട്ടിക്കാണെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു, പപ്പയ്ക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ പെട്ടി ഇങ്ങോട്ട് വന്നപ്പം ഡ്രൈവർ ഇച്ചിരി ഈ സംശയം ഉണ്ടായിരുന്നു, ഈസിലി എങ്ങനെ എടുക്കുന്നത്, ഇത്രയും വെയിറ്റ് ഉണ്ടത്. പിന്നെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മുടെ എല്ലാം പോയി, നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസ്. കേരള പോലീസിലും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. പെട്ടിയിലുള്ള സാധനങ്ങൾ എങ്ങനെ നഷ്ടമായെന്ന ചോദ്യത്തിന് ഇൻഡിഗോ അധികൃതർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അന്വേഷണം കാര്യക്ഷമമായി മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് മറുപടി. നഷ്ടമായ വസ്തുക്കളോ അതിനു തുല്യമായ നഷ്ടപരിഹാരമോ ലഭിക്കണമെന്നാണ് ബിജോയ് ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക രംഗത്ത് കേരളത്തിന്റെ അഭിമാനമായ KSFEക്ക് ശ്രദ്ധേയ നേട്ടം. 1 ലക്ഷം കോടി രൂപ ബിസിനസ് സ്വന്തമാക്കിയതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി. അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടമാണ് KSFE ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിനും കേരളത്തിൻ്റെ ധനകാര്യ മേഖലയ്ക്ക് വിശേഷിച്ചും ഇത് അഭിമാനം പകരുന്ന നിമിഷമാണ്. വിവിധ പരിപാടികളോടെ ആഘോഷപൂർവ്വമായാണ് പ്രഖ്യാപന ചടങ്ങ് സംഘടിപ്പിച്ചത്. KSFE ഉദ്യോഗസ്ഥരും മറ്റ് പ്രമുഖരും ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ KSFE ഒരു മാതൃകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. KSFE ഒരു അത്ഭുതം രചിക്കുന്ന ഒരു വേളയിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച എല്ലാ മേഖലയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ച KSFE 1 ട്രില്യൺ രൂപ ബിസിനസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യയിലെ ഒരു ബിസിനസ് നോൺ ബാങ്കിങ് സ്ഥാപനമായി ഉയർന്നു എന്നുള്ളത് കേരളീയർക്ക് എല്ലാ അഭിമാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ താല്പര്യപൂർവ്വം കാണുന്ന ഒരു പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. KSFE ഹാർമണി ചിട്ടി ഇടപാടുകാർക്ക് ഓണക്കാലത്ത് നൽകുന്ന ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. KSFE ഈ നാടിന്റെ ധൈര്യം എന്ന ടാഗ് ലൈനിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ചലച്ചിത്ര താരം സുരാജ് വെഞ്ഞാറമൂട് നിർവഹിച്ചു. KSFE ഉപഭോക്താക്കൾക്കായുള്ള ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡ് അതിന്റെ ഉദ്ഘാടനമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1000 കോടി രൂപയുടെ പുതിയ ചിട്ടി പദ്ധതികൾക്ക് KSFE തുടക്കം കുറിച്ചു. ഈ സാമ്പത്തിക വർഷം തുടക്കത്തിൽ തന്നെ സ്വർണ്ണ വായ്പ 10,000 കോടി രൂപ കടന്നു. ഡിവിഡന്റ്, ഗ്യാരണ്ടി കമ്മീഷൻ തുടങ്ങിയ ഇനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് 920 കോടി രൂപയും KSFE നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.